തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണവും ഭീഷണിയും നേർക്കുനേർ നിന്ന് ചെറുക്കുന്നതിന്റെ ആത്മവിശ്വാസത്തോടെ പശ്ചിമബംഗാളിൽ തൃണമൂലിനും ബി.ജെ.പിക്കും കനത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ഇടതുമുന്നണി. സംസ്ഥാനത്തൊട്ടാകെ പുത്തനുണർവോടെയാണ് ഇടതുമുന്നണി പ്രവർത്തകർ പ്രചാരണം നടത്തുന്നത്. ആകെയുള്ള 42-ൽ 23 സീറ്റിൽ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥികളായി. CPIM 19-ഉം RSP 2-ഉം CPIM ഫോർവേഡ് ബ്ലോക്കും 1 വീതം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചെറുപ്പക്കാരുടെ വൻ നിരയെയാണ് CPIM അണിനിരത്തുന്നത്. 19 സ്ഥാനാർത്ഥികളിൽ 14-ഉം പുതുമുഖങ്ങൾ, അവരിൽ 4 വനിതകൾ. 8 സ്ഥാനാർത്ഥികൾക്ക് പ്രായം 35-ന് താഴെ. SFI മുൻ സംസ്ഥാന സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയുമായ ദീപ്സിത ധർ, SFI DYFI നേതൃനിരയിലുണ്ടായിരുന്ന മനോദീപ് ഘോഷ്, സായൻ ബാനർജി, ദേബ്രാജ് ബർമൻ, നിരബ് ഖാൻ, SM സാദി എന്നിവർ യുവനിരയിലെ പ്രമുഖർ. മമതാ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ ബഹുജന പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായി നേതൃനിരയിലേക്ക് കടന്നുവന്നവരാണ് സംസ്ഥാനമൊട്ടുക്ക് ആവേശം വിതയ്ക്കുന്ന ഈ യുവനേതാക്കൾ. CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സുജൻ ചക്രവർത്തി, ഡോക്ടർ സുകൃതി ഘോഷ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജഹനാര ഖാൻ, വിഖ്യാത നടൻ നസറുദ്ദീൻ ഷായുടെ അനന്തരവളും സാമൂഹ്യ പ്രവർത്തകയുമായ സൈര ഷാ ഹലീം തുടങ്ങിയവരാണ് CPIMൻ്റെ മറ്റ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റുമായ അധീർ രഞ്ജൻ ചൗധരി ഇടതുമുന്നണി പിന്തുണയോടെ ബഹ്റാംപൂരിൽ നിന്ന് ജനവിധി തേടുന്നു. ഇടതുമുന്നണി മികച്ച വിജയം നേടുന്നതിൻ്റെ സൂചനയായി പ്രചാരണ രംഗത്തെങ്ങും വർദ്ധിച്ച ജനപങ്കാളിത്തമാണ്. യുവജനങ്ങളും സ്ത്രീകളും സജീവമായി രംഗത്തുണ്ട്. ജനാധിപത്യ വിരുദ്ധ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായ തൃണമൂലിനെയും വർഗീയ ഫാസിസ്റ്റ് ശക്തിയായ BJPയെയും പരാജയപ്പെടുത്താൻ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുമായി നീക്കുപോക്കിനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. മുന്നണിയുമായി ഇതുവരെ ധാരണയായ 8 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റിടങ്ങളിൽ ചർച്ച പുരോഗമിക്കുന്നു.